നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുഗീഷ്. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ് പണിമുടക്ക് ജനങ്ങളെ വലച്ചു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ കേന്ദ്രീകരിച്ച് പണിമുടക്ക് പ്രചരണ റാലി നടത്തി. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ചടങ്ങും വ്യാഴാഴ്ച. വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് UDF-ലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാകുന്നു. നടി വിൻസി അലോഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ് പണിമുടക്ക് ജനങ്ങളെ വലച്ചു. സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ടൗണിലെത്താൻ ഏറെ ബുദ്ധിമുട്ടി. സ്വകാര്യ ബസ് സമരം വ്യാപാര സ്ഥാപനങ്ങളിലെ ബിസിനസിനെ ബാധിച്ചു. ചില റൂട്ടുകളിൽ KSRTC സ്പെഷ്യൽ സർവീസ് നടത്തിയിരുന്നെങ്കിലും തിരക്ക് അനുഭവപ്പെട്ടില്ല. അതിരപ്പള്ളിയിൽ വളരെ കുറച്ച് സന്ദർശകരാണ് എത്തിയത്. ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലായിരുന്നു സ്വകാര്യ ബസ് പണിമുടക്ക്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിൽ തീരുമാനമെടുക്കുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക, ബസ് ഉടമകളിൽ നിന്നും അനധികൃതമായി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക, പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബസ് ഉടമകൾ ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും അനുകൂല സമീപനം ഇല്ലാത്തതിനാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ഉടൻ സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതിൽ തീരുമാനമെടുക്കും. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരസംഘടനയായ ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ കേന്ദ്രീകരിച്ച് പണിമുടക്ക് പ്രചരണ റാലി നടത്തി. ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് സംസാരിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ച റാലിക്ക് NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM മഞ്ജേഷ്, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി VI സുധീർ, ഫെറ്റോ താലൂക്ക് സെക്രട്ടറി PA ഷഫീഖ്, KSTA ജില്ലാ കമ്മിറ്റി അംഗം സതി ടീച്ചർ, KGOA ഏരിയ സെക്രട്ടറി രാജേഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ചടങ്ങും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7:30 ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മൾട്ടിപ്പിൾ GMT കോർഡിനേറ്റർ G വേണുകുമാർ മുഖ്യാതിഥിയാകും. മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സണായ ലയൺ സാജു പാത്താടൻ പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ നിർവഹിക്കും. പുതിയ ഭാരവാഹികളായ ഡോക്ടർ ജോർജ് കോരഞ്ചേരി പ്രസിഡന്റ്, MJ ജോബി സെക്രട്ടറി, VC പീറ്റർ ട്രഷറർ എന്നിവരുടെ സ്ഥാനാരോഹണമാണ് നടക്കുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ലയൺസ് വിമുക്തി സെന്ററിന്റെ തുടർ പ്രവർത്തനം, പാലസ് റിംഗ് റോഡിൽ തുടങ്ങിയ എന്റെ പരിസര ശുചിത്വം പദ്ധതിയുടെ മറ്റു വാർഡുകളിലേക്കുള്ള വ്യാപനം, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പുകൾ, രാസലഹരിക്കെതിരായി
ജനകീയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർക്ക് 4 വീടുകളുടെ നിർമ്മാണം, ആവശ്യമുള്ളവർക്ക് കൃത്രിമ കൈകാലുകൾ നൽകൽ തുടങ്ങിയവയായിരിക്കും അടുത്ത വർഷത്തെ പദ്ധതികൾ. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി, MJ ജോബി, VC പീറ്റർ, സാജു പാത്താടൻ എന്നിവർ പങ്കെടുത്തു. ഓർഗനൈസേഷനാണ് ലയൺസ് ഇന്റർനാഷണൽ. 1968 ചാലക്കുടിയിലെ ലയൺസ് ക്ലബ്ബ് സ്ഥാപിതമാകുന്നത്. അന്നു മുതൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ചാലക്കുടി ലയൺസ് ക്ലബ്ബ്. ഇന്ന് നമ്മളിവിടെ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നമ്മുടെ 2025-26 ലയണിസ്റ്റിക് ഇയറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പേഴ്സിന്റെ ഇൻഡക്ഷൻ സെറിമണിയെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ലയൺസ് ഇന്റർനാഷണലിനെ കുറിച്ച് പറയുമ്പോൾ there are 9 global causes such as diabetes, vision, hunger, environment, childhood cancer, disaster relief, youth empowerment, humanitarian services, then last one is mental health and wellness. ഇപ്പൊ നമ്മൾ ഒരു വർഷം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം ഈ 9 ഗ്ലോബൽ കോസസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ പുതിയ സുഹൃത്തുക്കൾ അറിയാവുന്ന പോലെ തന്നെ ഞങ്ങൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ടീമിനെ നമുക്ക് പറയാം. കാരണം പ്രൊഫഷണൽ രംഗത്ത് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച് പരിചയസമ്പന്നനായിട്ടുള്ള ഡോക്ടർ ജോർജ് കോലഞ്ചേരിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അതുപോലെ തന്നെ പൊതുരംഗത്ത് വളരെ പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന ജോബി MJ, അദ്ദേഹമാണ് സെക്രട്ടറി. പിന്നെ ഒരു യുവ ബിസിനസ്മാൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച പീറ്ററാണ് നമ്മുടെ ട്രഷറർ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വി സർവ് എന്ന മോട്ടോ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ലയൺസ് ക്ലബ്ബിനെ നയിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവരെ ഫലമേൽപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ലാപ്സാക്കിയതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ പട്ടികജാതി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടത്തിയ സമരം CITU ഏരിയ സെക്രട്ടറി EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. CPI ചാലക്കുടി മണ്ഡലം കമ്മിറ്റി അംഗം സഹജൻ അധ്യക്ഷനായി. PKS ഏരിയ സെക്രട്ടറി PC മനോജ്, ജില്ലാ കമ്മിറ്റി അംഗം സാവിത്രി വിജയൻ, KK കുഞ്ചു, KV ടോമി, ജോഷി, സുരേഷ്, VS ചന്ദ്രദാസ്, ദേവാനന്ദൻ, സജിത ഷാജി, IK സുബ്രൻ, PC നിഖിൽ, VJ വില്യംസ് എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറേറ്റത്ത് അത് ഫുൾട്ടാരികയാത്ത സ്ഥലത്ത് ഒരു മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ്, പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ്. അത് ആദ്യത്തെ മഴയിൽ തന്നെ കുതിർന്ന് തൊലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായി. ആ വിഷയം കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കമ്മിറ്റി യോഗത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞതാണ്. 48 കുഴികൾ എണ്ണി പറഞ്ഞു. 48 കുഴികൾ. 1.5 മാസക്കാലം മുമ്പ് ടാർ ചെയ്ത റോഡിൽ 48 കുഴികൾ. അതുകൊണ്ടോ ആ കുഴികൾ അടയ്ക്കണം, റോഡ് രണ്ടാമത് നവീകരിക്കണം, കരാറുകാരനെ വിളിച്ചു വരുത്തണം, നമുക്ക് ഒരുമിച്ചിരിക്കണം, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനകത്ത് പറഞ്ഞത്. എന്നാൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയല്ലേ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, 15 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം നടക്കുമ്പോ ഇക്കാര്യത്തെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വെളിവില്ല. റോഡോ എന്നൊക്കെ ചോദിക്കുന്നു. റോഡോ? പണ്ട് വാത്സല്യം സിനിമയിൽ വെള്ളം തിരിച്ചതിന് വെള്ളോ എന്ന് ചോദിക്കുന്ന പോലെ റോഡോ? ഏത് റോഡ് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കോടശ്ശേരിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, 15ാം വാർഡിലെ മെമ്പർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോട് ഒരു സമീപനം സ്വീകരിക്കാത്തത്? ഒന്നുമില്ല. 60 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ട്രാമേ റോഡ് നവീകരിച്ച കരാറുകാരൻ തന്നെയാണ് ബാക്കി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നവീകരണം നടത്തിയത്. മേലൂർ ഗ്രാമീണ വായനശാല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നടത്തിവന്നിരുന്ന വായനാ മത്സരങ്ങളും ചിത്രരചനയടക്കമുള്ള വിവിധ പരിപാടികളും സമാപിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വായനശാല പ്രസിഡന്റ് KK ശശിധരന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. ജോസ് പെല്ലിശ്ശേരി അവാർഡ് ജേതാവ് സുരേഷ് മുട്ടത്തി, മലയാള സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ നോവൽ പുരസ്കാര ജേതാവ് ജോൺ പന്തൽ, ചങ്ങമ്പുഴ കവിത പുരസ്കാര ജേതാവ് കവയത്രി ശ്രീ ശുഭ എന്നിവരെ ആദരിച്ചു. കവിയും ഗ്രന്ഥശാല പ്രവർത്തകനുമായ PV രമേശൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. കവി PB ഋഷികേശൻ,
PN പണിക്കർ, IV ദാസ് അനുസ്മരണം നടത്തി. വിക്ടോറിയ ഡേവിസ്, ജാൻസി പൗലോസ് എന്നിവർ ചേർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് EK കൃഷ്ണൻ നായർ, പ്രധാന അധ്യാപികമാരായ ജാനറ്റ് സ്റ്റീഫൻ, സാലി പോൾ, വായനശാല സെക്രട്ടറി VD തോമസ്, KK രവി, PC അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി. 32-33 വാർഡ് വികസന സമിതി, തൊഴിലുറപ്പ് പ്രവർത്തകർ, കുടുംബശ്രീ എന്നിവരുമായി സഹകരിച്ചാണ് പൂഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലുമാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. 3000 തൈകൾ പൊതുവായും 2000-ഓളം ചെണ്ടുമല്ലി തൈകൾ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിലും നട്ടുകഴിഞ്ഞു. ഓണത്തിന് പ്രദേശവാസികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ നൽകുക എന്നതാണ് പൂഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളിലെല്ലാം പരമാവധി തൈകൾ നടാനും പദ്ധതിയുണ്ട്. നിലം ഒരുക്കലും തൈ നടിയിലും പരിപാലനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് ചെയ്യുന്നത്. 2 വാർഡുകളിലെ 3 ഗ്രൂപ്പുകളിലായി 25ഓളം തൊഴിലുറപ്പ് പ്രവർത്തകർ പൂക്കൃഷിയിൽ പങ്കാളികളായിട്ടുണ്ട്. പൂഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ തൈ നട്ട് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ആലി ഷിബു അധ്യക്ഷയായി. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് എം UDFിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാകുന്നു. വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാനായി അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവന LDFുമായി ബന്ധം വേർപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ജോസ് കെ മാണിയുടെ പ്രസ്താവന ഇതിനോടകം രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷ സഖ്യത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ പാർട്ടി അന്വേഷിക്കുന്നതായാണ് സൂചന. സഖ്യമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ഇതിനകം അനൗപചാരിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് കേരള കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും ജോസ് കെ മാണി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ജോസ് കെ മാണി രാഹുലിനെയും വേണുഗോപാലിനെയും കണ്ടതെന്നും അതിൽ രാഷ്ട്രീയമായി ഒന്നുമില്ലെന്നുമാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേരള കോൺഗ്രസ് UDFിലേക്ക് മാറുന്നത് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് ഒരു പാർട്ടി നേതാവ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. അതേസമയം അണികളിൽ ബഹുഭൂരിപക്ഷത്തിനും UDF അനുകൂല ചായ്വ് ആണുള്ളതെന്ന് പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായിട്ടറിയാം. മധ്യ തിരുവിതാംകൂറിൽ UDF അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിനെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ കോൺഗ്രസ് സജീവമായി അന്വേഷിക്കുന്നുണ്ട്. നിർണായകമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ഫലപ്രദമായി തടയാനാകുമെന്നും അത് UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ശക്തിയാണ് എന്നതിൽ സംശയമില്ല. അവരുടെ വരവ് UDFിനുള്ള ക്രിസ്ത്യൻ പിന്തുണ കൂടുതൽ ശക്തമാക്കും, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. അതേസമയം ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ട്. ചെയർമാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗത്വം നൽകിയത് ഉൾപ്പെടെ പാർട്ടിയുടെ മിക്ക ആവശ്യങ്ങളിലും LDF അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതിയായ കാരണങ്ങളില്ലാതെ ഇടതുമുന്നണി വിടുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. ഇത് കണക്കിലെടുത്താണ് വന്യജീവി ശല്യവും തെരുനായ വിഷയവും ഉയർത്തി LDFിൽ സമ്മർദ്ദം ചെലുത്താൻ കേരള കോൺഗ്രസ് പദ്ധതിയിടുന്നത്. വന്യജീവികളും തെരുവു നായകളും ഉയർത്തുന്ന ഭീഷണി മൂലം സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല. പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തുകയും പുതിയ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്, ജോസ് കെ മാണി പറഞ്ഞു. ജല്ലിക്കെട്ട് സുപ്രീം കോടതി നിരോധിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ നിയമം പാസാക്കിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുപോലെ മനുഷ്യമൃഗ സംഘർഷത്തിന്റെയും തെരുവു നായ്ക്കളുടെ ശല്യത്തിന്റെയും വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടുന്നതിന് സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. പേവിഷബാധ സ്ഥിരീകരിച്ചാൽ ആ പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലെ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയരാക്കണം. പക്ഷിപ്പനിയോ പന്നിപ്പനിയോ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ പ്രദേശത്തെ എല്ലാ പക്ഷികളെയും പന്നികളെയും കൊന്നൊടുക്കും. പേവിഷബാധയുള്ള നായ്ക്കളുടെ കാര്യത്തിലും ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ്, ജോസ് കെ മാണി പറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ശനിയാഴ്ചത്തെ നിലവാരത്തിലേക്ക് തിരികെയെത്തി. പവന് 400 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 72,480 രൂപയിലേക്ക് മടങ്ങിയെത്തിയത്. ഗ്രാമിന് 50 രൂപയാണ് വർദ്ധിച്ചത്. 9,060 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. രണ്ടാഴ്ചക്കിടെ 3000 രൂപയിലധികം കുറഞ്ഞ ശേഷം മാസാദ്യം മുതലാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 1500 രൂപയാണ് വർദ്ധിച്ചത്. തുടർന്ന് 4 ദിവസത്തിനിടെ 800 രൂപ കുറഞ്ഞ ശേഷമാണ് സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങിയത്. ജൂൺ 13-ന്
ഏപ്രിൽ 22 റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22 രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. 75,000 കടന്നും കുതിക്കുമെന്ന സൂചനയ്ക്കിടെ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. നടി വിൻസി അലോഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് നടൻ ഷൈൻ ടോം ചാക്കോ. സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ആമ്പല്ലൂരിൽ ഇരുവരും മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഷൈൻ നടിയോട് മാപ്പ് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പരസ്പരം പറഞ്ഞു തീർത്തെന്നും ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമയിൽ മാത്രമല്ല, ആളുകളെ എന്റർടൈൻ ചെയ്യാനായി ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ കേട്ട് ചെയ്യുന്നത് പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെയല്ല കാണുന്നതും മനസ്സിലാക്കുന്നതും. ആളുകളെ കാണാനും അവരുടെ ആശയവുമെല്ലാം വ്യത്യസ്തമാണ്. ഒരേ കാര്യം 5 പേർ 5 രീതിയിലാണ് എടുക്കുന്നത്. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല, ഷൈൻ വിൻസിയോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, ഷൈൻ പറഞ്ഞു. താൻ ആരാധിച്ച വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പരാതിയുമായി എത്തിയത് എന്നും ഷൈന്റെ കുടുംബത്തെ വേദനപ്പെടുത്തിയതിൽ ദുഃഖമുണ്ടെന്നും വിൻസിയും പറഞ്ഞു. കാര്യങ്ങളെല്ലാം ഷൈൻ സമ്മതിക്കുന്നുണ്ട്. ഈ മാറ്റം കാണുമ്പോൾ ഇദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നുന്നു. ഞാനും പെർഫെക്റ്റ് ആയ വ്യക്തിയൊന്നുമല്ല. അനാവശ്യമായി ഷൈന്റെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചിഴച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതൊരു കുറ്റബോധത്തോടെ തന്നെ നിലനിൽക്കും, വിൻസി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ തന്റെ കുടുംബത്തിന് ഇക്കാര്യം മനസ്സിലാകുമെന്നും അവർക്കും പെൺമക്കളുള്ളതല്ലേ എന്നുമായിരുന്നു ഷൈന്റെ മറുപടി. സൂത്രവാക്യ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറി എന്നായിരുന്നു വിൻസിയുടെ പരാതി. എന്നാൽ സിനിമയ്ക്ക് പുറത്തേക്ക് ഇത് കൊണ്ടുപോകുന്നില്ലെന്നും വിൻസി അന്ന് പറഞ്ഞിരുന്നു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. എറണാകുളത്തപ്പൻ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. എസ്.എൻ. ട്രസ്റ്റ് പ്രസിഡന്റ് C.G. രാജൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ PS. ഉഷ, ട്രസ്റ്റ് സെക്രട്ടറി EN. ശശി, ട്രഷറർ KU. ദിവ്യ പ്രകാശൻ, ജോയിന്റ് സെക്രട്ടറി OC. വിജയൻ, ഓഡിറ്റർ UC. ചിദാനന്ദൻ, വൈസ് പ്രിൻസിപ്പൽ BR. അനു എന്നിവർ പങ്കെടുത്തു. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ അങ്കമാലി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അങ്കമാലി കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണയ്ക്ക് മുന്നോടിയായി TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. ധർണ റോജി M. ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റു മാവേലി അധ്യക്ഷനായിരുന്നു. മുൻ MLA PJ ജോയ്, KP ബേബി, മനോജ് മുല്ലശ്ശേരി, അഡ്വക്കേറ്റ് ഷിയോ പോൾ, TM വർഗീസ്, സെബി കിടങ്ങൻ, മാത്യു തോമസ്, PV ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം അത്രയേറെ ദുരിതം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ആരോഗ്യരംഗത്ത് രാജഭരണ കാലഘട്ടം തുടങ്ങി രാജ്യത്തിന് മാതൃകയായിട്ടുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നാടാണ് നമുക്ക് കേരളമെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിന്റെ പൊതു ആരോഗ്യരംഗത്ത് സംസ്ഥാന സർക്കാർ PR വർക്കുകളും റീലുകളും മാത്രമാവുകയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളൊന്നും നടത്താത്തതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി ഭരണകാലത്ത് ICUവിലായിരുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം രണ്ടാം പിണറായി ഭരണമായപ്പോഴേക്കും വെന്റിലേറ്ററിലായി എന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ദുരിതഫലമാണ് ഓരോ ദിവസവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കോട്ടയത്തുണ്ടായ സംഭവം, മെഡിക്കൽ കോളേജിലെ അതിദാരുണമായിട്ടുള്ള സംഭവം നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമാണ്. എത്രയോ നാളുകളായി ഫിറ്റ്നസ് ഇല്ലാതെ അടിയന്തിരമായി പൊളിച്ചു മാറ്റണം, ഉപയോഗശൂന്യമാണ്, ഒരു നിമിഷം പോലും ഇവിടെ നിലനിർത്താൻ പാടില്ല എന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫൈ ചെയ്ത ഒരു കെട്ടിടം. സംസ്ഥാനത്ത് 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. മഹാരാഷ്ട്ര തീരം മുതൽ ഗോവ തീരം വരെ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറൻ ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു.
അടുത്ത 2-3 ദിവസങ്ങളിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യത. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നത്. ഈ മാസം 11 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ ഇടയുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ് പണിമുടക്ക് ജനങ്ങളെ വലച്ചു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗൺ കേന്ദ്രീകരിച്ച് പണിമുടക്ക് പ്രചരണ റാലി നടത്തി. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ ചടങ്ങും വ്യാഴാഴ്ച. വിജയരാഘവപുരത്ത് ചെണ്ടുമല്ലി പൂക്കൃഷിക്ക് തുടക്കമായി. ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് എം UDFിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാകുന്നു. നടി വിൻസി അലോഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.